ഒരു വിശ്വാസിക്ക് എന്തു ഭക്ഷിക്കണം എന്തു ഭക്ഷിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം ദൈവത്തിന് മഹത്വകരമായും മറ്റുള്ളവർക്ക് ഇടർച്ചയാകാത്ത വിധമായും ഉപയോഗിക്കണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. മനുഷ്യന് സസ്യാഹാരിയായി ആരോഗ്യകരമായി ജീവിക്കാൻ കഴിയുന്നതിനാൽ ജീവഹിംസ ഒഴിവാക്കുന്നത് കരുണയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രകടനമായിരിക്കും. അതിലൂടെ അവൻ ഒരു ജീവനെ സംരക്ഷിക്കുന്നു. മറ്റൊരു ജീവിയെ കൊല്ലുമ്പോൾ ആ ജീവിക്കുണ്ടാകുന്ന വേദന നമ്മെ കർമ്മബന്ധനത്തിൽ കുടുക്കുന്നു. എങ്കിലും മറ്റുള്ളവരുടെ ഭക്ഷണരീതിയെ വിധിക്കാതെ സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ജീവിക്കുകയാണ് പ്രധാനമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ശുദ്ധമെന്നും അശുദ്ധമെന്നും പറയുന്ന ഭക്ഷ്യനിയമങ്ങൾ പ്രധാനമായും ലേവ്യപുസ്തകം 11 നിയമാവർത്തനം 14 ഉൾക്കൊള്ളുന്നു. ഈ നിയമങ്ങൾ ആരോഗ്യപരമായ കാരണങ്ങൾ മാത്രം കൊണ്ടല്ല, മറിച്ച് വിശുദ്ധത, അനുസരണം, ദൈവത്തോടുള്ള സ്നേഹം എന്നിവയെ ഓർമ്മിപ്പിക്കാനുമായിരുന്നു. മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ ജീവജാലങ്ങളെക്കുറിച്ച് മൃഗങ്ങൾ, ജലജീവികൾ, പക്ഷികൾ, കീടങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് വ്യക്തമായ നിയമങ്ങൾ പറയുന്നു. പാദം വിഭജിച്ചിരിക്കുന്നതും കുളമ്പ് പിളർന്നിരിക്കുന്നതും അയവിറക്കി ചവച്ചു തിന്നുന്നതുമായ മൃഗങ്ങളെ ഭക്ഷിക്കാം. ഉദാഹരണങ്ങൾ: കാള, പോത്ത്, ചെമ്മരിയാട്, കോലാട്, കാട്ടാട്, മലയാട്, കലമാന്, പുള്ളിമാന്, കടമാന്, ചെറുമാന്, കവരിമാന്. മുൻപ് പറഞ്ഞ 2 ലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമുള്ളതോ ഒന്നുമില്ലാത്തതോ ആയ മൃഗങ്ങൾ അശുദ്ധമാണ്. പാദം വിഭക്തമെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതും അയവിറക്കാത്തതുമായ സകല മൃഗങ്ങളും അശുദ്ധമാണ്. നാൽക്കാലികളില് നഖമുള്ള പാദങ്ങളോടുകൂടിയവ അശുദ്ധമാണ്. പ്രത്യേകമായി പറയുന്നവ നമുക്ക് നോക്കാം. മുയൽ, ഒട്ടകം, കുഴിമുയൽ ഈ ജീവികൾ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല. പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അത് അയവിറക്കുന്നില്ല. പന്നിയുടെ മാംസം ഭക്ഷിക്കരുതെന്ന് മാത്രമല്ല, അവയുടെ ശവത്തെ തൊടുക പോലും അരുത് എന്ന് പറയുന്നു. ജലജീവികൾ. ജലത്തിൽ ജീവിക്കുന്ന ജീവികളിൽ ചിറകും ചെതുമ്പലുമുള്ളവയെല്ലാം ശുദ്ധമാണ്. ശുദ്ധമായതോ അശുദ്ധമായതോ ആയ ജലജീവികളുടെ പേരുകൾ നൽകുന്നില്ല. ചിറകും ചെതുമ്പലുമില്ലാത്ത എല്ലാ ജലജീവികളും അശുദ്ധമാണ്. ഉദാഹരണങ്ങൾ: ചെമ്മീൻ, ഞണ്ട്, കൊഞ്ച്, നീരാളി, കൂന്തൽ, ആരൽ, കക്ക, ചിപ്പി. അശുദ്ധമായ പക്ഷികൾ. ബൈബിൾ ചില പക്ഷികളെ പേരെടുത്ത് അശുദ്ധമെന്ന് പറയുന്നു. ഇവ സാധാരണയായി മാംസഭോജികളോ ശവഭോജികളോ ആയ പക്ഷികളാണ്. കഴുകൻ, മീൻകഴുകൻ, കരിങ്കഴുകന്, ചുവന്ന കഴുകൻ, പരുന്ത്, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ചെങ്ങാലിപ്പരുന്ത്, പ്രാപ്പിടിയന്, കാക്ക, കാട്ടുകോഴി, ഒട്ടകപ്പക്ഷി, രാനത്ത്, മൂങ്ങ, കൂമന്, കൊക്ക്, കടൽപ്പാത്ത, അരയന്നം, ഞാറപ്പക്ഷി, നീർക്കാക്ക, കടൽക്കാക്ക, എരണ്ട, നരിച്ചീർ അഥവാ വവ്വാൽ. ശുദ്ധമായ പക്ഷികളുടെ പേരുകൾ നൽകുന്നില്ല. അശുദ്ധമല്ലാത്ത പക്ഷികൾ ശുദ്ധമാണെന്ന് പരമ്പരാഗതമായി മനസ്സിലാക്കുന്നു. ഉദാഹരണങ്ങൾ: കോഴി, പ്രാവ്, കാട, താറാവ്, വാത്ത. കീടങ്ങൾ. ചിറകുള്ള പ്രാണികളെല്ലാം അശുദ്ധമാണ്. ചിറകുള്ള കീടങ്ങളില് നാലുകാലില് ചരിക്കുന്നവയെല്ലാം നിന്ദ്യമാണ്. ചിറകും നാലുകാലുമുള്ള കീടങ്ങളില് ചാടുന്നതിനായി പിന്നിൽ പ്രത്യേക കാലുകൾ ഉള്ള ചില കീടങ്ങൾ ഭക്ഷിക്കാമെന്ന് വചനം പറയുന്നു. ഉദാഹരണങ്ങൾ: വെട്ടുകിളി, പച്ചക്കുതിര, വണ്ട്, വിട്ടില്. അശുദ്ധമായ ചെറുജീവികൾ: കീരി, എലി, ഉടുമ്പ്, പല്ലി, ചുമർപ്പല്ലി, മണൽപ്പല്ലി, അരണ, ഓന്ത്. ഇഴജന്തുക്കൾ. ഉരസുകൊണ്ടോ 4 അതില് കൂടുതലോ കാലുകളുകൊണ്ട് ഇഴയുന്നതോ ആയ എല്ലാ ജീവികളും നിന്ദ്യമാണ്. ഇതുകൂടാതെ സ്വാഭാവികമായി ചത്ത മൃഗത്തിന്റെ മാംസവും ഭക്ഷിക്കരുത് എന്ന കാര്യം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളുടെ നിയമങ്ങൾ വളരെ വ്യക്തമാണ്. കുളമ്പ് പിളർന്നും അയവിറക്കി തിന്നുന്നതും ആയ മൃഗങ്ങൾ ശുദ്ധം. ചെതുമ്പലും ചിറകുമുള്ള ജലജീവികൾ ശുദ്ധം. പേരെടുത്തു പറയുന്ന പക്ഷികൾ അശുദ്ധം. ചാടാൻ പ്രത്യേക കാലുകളുള്ള ചില കീടങ്ങൾ മാത്രം ശുദ്ധം. പുതിയ നിയമത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആഹാരനിയമങ്ങളുടെ കൂടുതൽ ആഴത്തിലുള്ള ആത്മീയ അർത്ഥം വിശദീകരിക്കപ്പെടുന്നു. ഭക്ഷണമല്ല, ഹൃദയത്തിൽ നിന്നുള്ള ദുഷ്ടചിന്തകളാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്ന് യേശു പഠിപ്പിക്കുന്നു. ഇവിടെ ശാരീരിക ശുദ്ധിയേക്കാൾ ആത്മീയ ശുദ്ധിക്ക് ദൈവം കൂടുതൽ പ്രാധാന്യം നൽകുന്നു. മറ്റുള്ള ജീവികളോട് സ്നേഹവും കരുണയും അനുഭൂതിയുമുണ്ടെങ്കിൽ നാം മറ്റൊരു ജീവിയെ കൊല്ലുവാൻ കൂട്ടുനിൽക്കില്ല. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. മനുഷ്യന് സസ്യാഹാരിയായി ആരോഗ്യകരമായി ജീവിക്കാൻ കഴിയുന്നതിനാൽ ജീവഹിംസ ഒഴിവാക്കുന്നത് കരുണയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രകടനമായിരിക്കും.